ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വെറും അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അരി വെള്ളത്തിലിടാനും കുതിർത്താൻ വെക്കാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അരിപ്പൊടി മാത്രം മതിയെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനൊരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാർ പോലും വേണ്ട, നമുക്ക് മിക്സി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വിരലിട്ടാൽ പൊള്ളാവുന്ന തരത്തിലുള്ള ചൂട് മതി. അങ്ങനെ ഒരു 3 കപ്പ് വെള്ളം നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ കട്ടകളില്ലാണ്ട് ഇതൊന്ന് ഉടച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചെടുക്കുക കേട്ടോ. 3 കപ്പ് എടുത്താൽ മതി 2 കപ്പിന്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നല്ല തിളച്ച് പോകരുത് കേട്ടോ, ചൂടായാൽ മതി. വിരലിട്ട് നമുക്ക് പൊള്ളണ തരം ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടകളില്ലാണ്ട് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഈ മാവൊന്നും റെസ്റ്റ് വെക്കൊന്നും വേണ്ട, 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇത് ഞാൻ പൊടി വറുക്കാത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. 1 കപ്പും കൂടി നമ്മൾ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കി നോക്കാം. തിക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 കപ്പ് വെള്ളം എത്തുന്ന ഒരു 1/4 കപ്പോളാണ് കേട്ടോ കുറവ് വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തത്തിൽ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പിന് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ നല്ല മയത്തിലും നല്ല ടേസ്റ്റിലും ഒക്കെ കിട്ടും കേട്ടോ. നമ്മളിതിലേക്ക് ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എളുപ്പത്തിലൊരു ചട്നി ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പിടി തേങ്ങയും കുറച്ച് മല്ലിയില പുതിനയിലയാണ് കേട്ടോ. പിന്നെ ഒരു ലേശം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെള്ളം പാകത്തിന് അരക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അതിലൊന്നും വേസ്റ്റായിട്ട് പോകണ്ട വിചാരിച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഈ തിക്കിൽ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഞാൻ കുറച്ചുകൂടി ലൂസാക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കുറച്ചെടുക്കാം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക, കൂടുതലായി പോകരുത്. അപ്പോൾ അതാ നല്ല പൊതിന ചട്നിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇത്ര കുറുക്കത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിലേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് പോലും വേണ്ട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി എടുക്കുന്നുണ്ട്. ഞാൻ വലുപ്പമുള്ള പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ കയ്യിലുള്ള പാൻ വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് നല്ല ചൂടാവണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ചൂടാകാണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബബിൾസ് ഇങ്ങനെ ഓട്ടോട്ടയായി കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടായതിൻ്റെ ശേഷം വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ എല്ലായിടത്തും നമ്മളൊന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മെലിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും മാവ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഇളക്കിയിട്ട്. ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അരിപ്പൊടി മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ.
അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ അല്ലെങ്കിൽ ബ്രഷിലൊന്നാക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിപ്പിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മെലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ, നമ്മളിതാ ഒരുപാടെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റുമാണ്. മുരിപ്പിച്ചെടുത്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്നിക്ക് ഇങ്ങനെ മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചു പോകും നമ്മൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് മെലിഞ്ഞ് വരുമ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിലേക്ക് ഇതുപോലെ ഒരു ചട്നി ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതേപോലെ തക്കാളി ചട്നി നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുതിന ചട്നി ആകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കും ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. നമ്മൾ പാനിലൊന്ന് വെച്ചതാക്കൊന്നും വേണ്ട, ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.